വർദ്ധിപ്പിച്ച 3000 രൂപയുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു. മെയ് മാസം 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂൺ മാസം 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്രയ്ക്കുള്ള സൗകര്യമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF മുന്നോട്ട് വച്ച ഏറ്റവും ജനപ്രിയ വാഗ്ദാനമായിരുന്നു KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇക്കാര്യം നടപ്പിലാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അത് KSRTCയെ സാരമായി ബാധിക്കുമെന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് ശക്തമാണ്. കേരളത്തിന് മുൻപ് ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കിയ ചില സംസ്ഥാനങ്ങളുണ്ട്. അവർ എത്തരത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്താണ് അവർ സ്വീകരിച്ച നടപടികൾ എന്നിവ കേരള സർക്കാർ തീർച്ചയായും നോക്കിക്കാണും. നമ്മുടെ 2 അയൽ സംസ്ഥാനങ്ങളായ തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിലെത്തിയപ്പോഴാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതിന് മുൻപ് 8 സംസ്ഥാനങ്ങളിൽ ഈ ഒരു രീതി നടപ്പിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവയ്ക്ക് പുറമെ കേരളത്തിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് ഈ ഒരു സൗകര്യം എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. ഡൽഹി, പഞ്ചാബ്, ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് പിന്നെ സൗജന്യ യാത്രയുള്ളത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, 3000 രൂപ വർദ്ധിപ്പിച്ചതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. അതായത് ആശമാർക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. വിശ്വാസ്യതയുടെ ഭാഗമാണ് വാക്ക് പാലിക്കുക എന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റ് 1 മാസത്തിനുള്ളിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും. വിരമിക്കൽ ആനുകൂല്യം 1 മാസത്തിനകം തീരുമാനിക്കും. ആശമാരുടെ നിലവിലെ ഓണറേറിയം 9000 എന്നത് ഇനി മുതൽ 12000 രൂപയാകും. അങ്കണവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികളുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഈ മാസം മെയ് 25 മുതൽ ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ 2000 രൂപയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ക്ഷേമ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നതായിരുന്നു. ഇതിന്റെ ആദ്യ പടിയെന്നോണം നിലവിലെ പ്രതിമാസ വിതരണം മുടക്കമില്ലാതെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് പുതിയ സർക്കാർ മുൻഗണന നൽകുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.